പാലാ പൊൻകുന്നം റോഡിൽ പൂവരണിക്ക് സമീപം 11 സെന്റ് സ്ഥലത്തില് 85 ലക്ഷം രൂപ ചോദിക്കുന്ന 1800 സ്ക്വയർ ഫീറ്റ് വീട്. ഈ വീടും സ്ഥലവും അതിന് മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുക. 3 ബെഡ്റൂം 3 അറ്റാച്ച്ഡ് ആണ്. അപ്പോൾ നമുക്ക് ചോദിക്കുന്ന ഈ വീടിന്റെ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് കടന്നു പോകാം. ഇതാ പാലാ പൊൻകുന്നം റോഡിൽ പൂവരണിക്ക് സമീപത്തായിട്ട്, പൂവരണി കൃത്യമായി പറഞ്ഞാൽ പൂവരണി പള്ളിക്ക് സമീപത്തായിട്ട് നമ്മളിപ്പോൾ നിൽക്കുകയാണ്. 11 സെന്റ് സ്ഥലത്തിൽ വൈകിട്ട് ഒരു 5:30-6 മണി സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. കാരണം നല്ല ഒരു പ്രകൃതി ഭംഗിയോടുകൂടി ആസ്വദിച്ച് എന്നാൽ ലൈറ്റ് അറേഞ്ച്മെൻറ്റുകളോട് എല്ലാം കണ്ടുകൊണ്ട് തന്നെ നമുക്ക് ഈ വീഡിയോ കണ്ടിന്യൂ ചെയ്തു പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ 5:30-6 മണിയോടുകൂടി സമയത്ത് നമ്മൾ പാലാ പൊൻകുന്നം റോഡിൽ പൂവരണിക്ക് സമീപത്താണ് ഇപ്പോൾ നിൽക്കുക. ഇതാ നമ്മൾ നല്ല ഒരു ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. ഒരു സ്കൂൾ അധ്യാപകൻ്റെ വീടാണ്. അദ്ദേഹം താമസിക്കുവാൻ വേണ്ടി തന്നെ പണിതതാണ്. മറ്റ് ജോലി സംബന്ധമായ കാരണങ്ങളാൽ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറേണ്ടത് കൊണ്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നതാണ്. അപ്പോൾ കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന 11 സെൻറ്റ് സ്ഥലത്തിൽ അടങ്ങിയിരിക്കുന്ന 3 ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടുള്ള നല്ലൊരു വീടിൻ്റെ ഫ്രണ്ട് വശമാണ് നമ്മളിപ്പോൾ കാണുക. വലിപ്പമേറിയ കാർ പോർച്ച്, അതുപോലെ തന്നെ ചുറ്റുവട്ടം എല്ലാം നല്ല ഒരു അയൽവാസികളൊക്കെ ഉള്ള നല്ലൊരു മേഖല. എന്നാൽ ചേർന്ന് വീടുകളുള്ള ഒരു മേഖലയല്ല, എന്നാൽ നല്ല അയൽവാസികളുള്ള ഒരു മേഖല. നമ്മൾ നേരെ ബാക്ക് സൈഡിൽ വന്നു കഴിഞ്ഞപ്പോൾ അവിടെയാണ് കിണർ സ്ഥിതി ചെയ്യുന്നത്. കിണർ സൗകര്യങ്ങളെല്ലാം കൊണ്ട് ചുറ്റുമതിൽ കെട്ടിയിട്ടുണ്ട്. ഇതാണ്ട് കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്നതാണ്. കാരണം നമ്മളിപ്പോൾ എല്ലാ വീഡിയോയിലും വീഡിയോയിലൊക്കെ റൂഫ് വർക്കൊക്കെ കാണിക്കുവാനൊക്കെ പോകുമ്പോൾ ഇത് നമ്മൾ കയറി കാണിക്കുന്നില്ല. കയറി കാണേണ്ട ആവശ്യമില്ല. കാരണം എനിച്ചിൽ ഹോംസിൻ്റെ വീഡിയോയൊക്കെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് അറിയാം റൂഫ് വർക്ക് ഏതൊക്കെ രീതിയിലാണ് പാലായിൽ ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നേരെ ഫ്രണ്ട് വശത്തേക്ക് പോവുകയാണ്. വീടിൻ്റെ ഫ്രണ്ട് വ്യൂവിലേക്ക് പോകുമ്പോൾ ഫ്രണ്ടിലൊരു കുറച്ച് പണികളും കൂടെയൊക്കെ ബാക്കിയുണ്ട്. ഇവിടെ മുറ്റമൊക്കെ ഒന്നും കൂടെ ലെവലടിച്ചതാണ്. ചിപ്സൊക്കെ ഇടാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട്. ഇവിടെ നമ്മൾ സിറ്റ് ഔട്ടിൽ കാർ പോർച്ച് കണ്ടതാണ്. സിറ്റ് ഔട്ട് വലിപ്പമുള്ളൊരു സിറ്റ് ഔട്ട് തന്നെ. ഡബിൾ പാളി ഡോറാണ് വീടിന് കൊടുത്തിരിക്കുക. ഡബിൾ പാളി ഡോറ് തേക്കൻ തടി കൊണ്ടുള്ള ഡബിൾ പാളി ഡോറാണ് ഇവിടെ കൊടുത്തിരിക്കുക. അപ്പോൾ നമ്മൾ നേരെ വീടിനകത്തേക്ക് പോവുകയാണ്. തേക്കൻ തടി കൊണ്ട് ജനൽപ്പാളികളാണിതെല്ലാം. അതുപോലെ തന്നെ ഡോറൊക്കെ തേക്കൻ തടി തന്നെയാണ്. ഏറ്റവും നല്ല മെറ്റീരിയലുകൾ ഉപയോഗിച്ച് ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല ഒരു വീട് തന്നെയാണ് ഇത് തന്നെയെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം അത്രയ്ക്ക് നല്ല ക്വാളിറ്റിയും ഏറ്റവും നല്ല രീതിയിൽ ചെയ്തിരിക്കുന്ന നല്ലൊരു വീട് തന്നെയാണ്. ഇത് സ്വീകരണ മുറിയാണ്. സ്വീകരണ മുറിയിൽ നിന്ന് നമ്മൾ എപ്പോക്സി ചെയ്തിരിക്കുന്ന ടൈലുകളാണ് നമ്മളിവിടെ കാണുന്നത്. എല്ലാ ബെഡ്റൂമിലും ഹോളിലൊക്കെ എപ്പോക്സി ചെയ്തിട്ടുണ്ട്. ഒരു രൂപക്കോഡ് ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. രൂപക്കോഡിൻ്റെ പോയിന്റ് ഇവിടെ കാണുന്നുണ്ട്. നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്ക് കയറി. ഇവിടെ TV യൂണിറ്റ് കാണാം. നല്ല വലിപ്പമേറിയൊരു ഡൈനിങ് ഹാളാണ്. കാരണം അവിടെ TV യൂണിറ്റൊക്കെ വെച്ചാലും ഇരിക്കുവാനും സോഫ സെറ്റ് ഇട്ടിരിക്കുവാനും ഡൈനിങ് ടേബിൾ ഇടുവാനൊക്കെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ഡൈനിങ് ഹാൾ തന്നെയാണ്. 1800 സ്ക്വയർ ഫീറ്റ് എന്നാണ് നമ്മളോട് പറഞ്ഞിരിക്കുക. 11 സെൻറ്റ് സ്ഥലത്തിൽ 1800 സ്ക്വയർ ഫീറ്റ്. മൊത്തം തടി കൊണ്ടുള്ള ഡോറുകൾ, തടി കൊണ്ടുള്ള ജനൽപ്പാളികൾ, തടി കൊണ്ടുള്ള കതകുകൾ എല്ലാം അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുക. ബെഡ്റൂമുകളുടെ വലിപ്പമായിക്കോട്ടെ, അല്ലെങ്കിൽ ടോയ്ലറ്റിൻ്റെ വലിപ്പമാകട്ടെ, അല്ലെങ്കിൽ കിച്ചൻ്റെ വലിപ്പമാകട്ടെ, അതല്ലെങ്കിൽ ഹോളുകളുടെ വലിപ്പമാകട്ടെ, ഇതെല്ലാം നല്ല വലിപ്പമുള്ള ഹോളുകളും വലിപ്പമുള്ളതാണ്. എല്ലാം നല്ല സൗകര്യപ്രദമായിട്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ ഒരു സാറ് താമസിക്കാൻ വേണ്ടി തന്നെ പണിതിരിക്കുന്ന വീടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് നല്ല വലിപ്പമേറിയ രീതിയിൽ, അതുപോലെ തന്നെ എല്ലാം താമസിക്കുവാനായിട്ടുള്ള രീതിയിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടാണ്. അപ്പോൾ ഇവിടെ നമ്മൾ
നല്ല മെറ്റീരിയലുകൾ തന്നെയാണ്. ബാത്റൂം ഫിറ്റിങ്സുകളെല്ലാം നല്ല കമ്പനികളുടെ മെറ്റീരിയലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ആദ്യത്തെ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ടോയ്ലറ്റാണിത്. അറ്റാച്ച്ഡ് ടോയ്ലറ്റിലൂടെ നമ്മൾ പോകുന്ന ഡ്രസ്സിങ് ഏരിയ നമ്മൾ കണ്ടു. ഇവിടെ വലിപ്പമേറിയൊരു കബോർഡ് വർക്കുകളുണ്ടെന്ന് നമ്മൾ കണ്ടു. എല്ലാ ബെഡ്റൂമിലും AC-യുടെ പോയിൻ്റ് ഉണ്ട്. എല്ലാ ടോയ്ലറ്റിലും ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈനുണ്ട്. അതുപോലെ തന്നെ കിച്ചണിലുമുണ്ട് ചൂടുവെള്ളത്തിൻ്റെ പൈപ്പ് ലൈന്. ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ്. സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെ നമ്മൾ ഫുൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഹൈവേയുമായിട്ട് ഏകദേശം 600 മീറ്റർ ദൂരമാണ് എനിക്ക് തോന്നിയത്. ഹൈവേയുമായിട്ട് അത് നല്ല പഞ്ചായത്ത് റോഡ് തന്നെയാണ്. പഞ്ചായത്ത് റോഡ് അരികിൽ തന്നെയാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ്. അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ട്. എന്നാലും ചേർന്ന് വില്ല പോലെ വീടുകളല്ല. വെള്ളപ്പൊക്ക ഭീഷണികളില്ലാത്തൊരു മേഖലയാണ്. അതുപോലെ തന്നെ കിണർ വെള്ളം ഇഷ്ടംപോലെ ലഭിക്കുന്നൊരു മേഖല കൂടിയാണ്. അങ്ങനെ 2 ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. പാലാ ടൗണുമായിട്ടുള്ള ദൂരം എന്ന് പറയുന്നത് ഏകദേശം 4 കിലോമീറ്റർ ദൂരമാണ്. പൈക ടൗണിലേക്ക് പോകുവാനായിട്ടൊരു 1.5 കിലോമീറ്റർ ദൂരമാണ്. പൈക ടൗൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, എല്ലാ മാർക്കറ്റും അവിടെ അവൈലബിൾ ആണ്. അതുപോലെ പച്ചക്കറി, വെജിറ്റബിൾ, ഇറച്ചി, മീൻ എന്ന് വേണ്ടുന്ന വെജിറ്റബിൾ, അതുപോലെ തന്നെ പലചരക്ക് സൂപ്പർ മാർക്കറ്റുകൾ, ഹോട്ടലുകൾ, ബേക്കറി എന്ന് വേണ്ടുന്ന എല്ലാം സുലഭമായിട്ട് ലഭിക്കുന്ന, എനിക്ക് തോന്നുന്നത് പലരും പറഞ്ഞു കേൾക്കാറുള്ളതും പാലായേക്കാളും വലിയ മാർക്കറ്റാണ് പൈക എന്നുള്ളത് പറഞ്ഞു കേൾക്കുവാറുണ്ട്. മലഞ്ചരക്ക് വ്യാപാരത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും എല്ലാ കാര്യങ്ങളിലും. അപ്പോൾ അങ്ങനെ അത്രയും നല്ലൊരു മാർക്കറ്റുമായിട്ട് ഏകദേശം 1.5 കിലോമീറ്റർ ദൂരമാണ് ഉള്ളത്. ഇവിടെ നിന്ന് ഹൈറേഞ്ച് മേഖലയിലേക്ക് പോകുവാനായിട്ട് എളുപ്പമാണ്. ഇവിടെ പൈകയിൽ നിന്ന് വേണമെങ്കിൽ നമുക്ക് പിണ്ണാക്കനാട് വഴി മുണ്ടക്കയം അങ്ങനെ ഷോർട്ട് കട്ട് ചാടി പോവുകയാണെങ്കിൽ എളുപ്പമുള്ള ഒരു വഴിയുണ്ട്, ചേറ്റുതോട് വഴി. അതുപോലെ തന്നെ ഹൈറേഞ്ച് മേഖലയിലേക്ക് പോകാനായിട്ടുള്ള എളുപ്പ വഴിയാണ് നമ്മൾ പറഞ്ഞത്. വീണ്ടും നമ്മൾ ഇവിടെ പൊൻകുന്നം ആ സൈഡിലേക്കൊക്കെ ആലപ്പുഴ മേഖലയിൽ നിന്നൊക്കെ വീട് മേടിക്കുകയാണെങ്കിൽ അങ്ങോട്ടേക്കൊക്കെ പോകുവാനായിട്ട് പൊൻകുന്നം പാമ്പാടി വഴി അല്ലെങ്കിൽ മണിമല വഴി നേരെ ചങ്ങനാശ്ശേരി കൂടി പോകുവാനൊക്കെ എളുപ്പമുള്ള വഴികളാണ്. നിർദ്ദിഷ്ട എയർപോർട്ട് എരുമേലി എയർപോർട്ടുമായിട്ട് പോകുവാനായിട്ട് ഏറ്റവും എളുപ്പമുള്ളൊരു വഴിയാണ്. പുനലൂർ മൂവാറ്റുപുഴ ഹൈവേ എന്ന ഹൈവേ ആണ് പൈക വഴി കടന്നു പോകുന്നത്. വളരെ വീതിയുള്ള റോഡ്. എനിക്ക് തോന്നുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ റോഡാണ് പുനലൂർ മൂവാറ്റുപുഴ എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കാരണം ഞാൻ എല്ലാ വഴിയിലൂടെയും പോകുമ്പോൾ ഇത്രയും വീതിയും ഇത്രയും നല്ല ഒരു കട്ടർ പോലും ഇല്ലാത്ത റോഡ് നമുക്ക് കാണിക്കാൻ പറ്റില്ല. അത്രയും നല്ലൊരു റോഡ്. ഇവിടെ നമ്മൾ നേരെ കിച്ചണിലേക്ക് വന്നു. മനോഹരമായൊരു കിച്ചൺ, തേക്കിൻതടികളാൽ നിർമ്മിതമായ കബോർഡ് വർക്കുകൾ, അതുപോലെ തന്നെ ഗ്രാനൈറ്റ് കൊണ്ടാണ് ടോപ്പ് കൊടുത്തിരിക്കുക. നല്ല വാഷ് ബേസിന്, സിങ്ക്, എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം മൊത്തത്തിൽ തേക്കൻ തടിയാണ് ഉപയോഗിച്ചിരിക്കുക. ഫ്രണ്ട് ഡോറുകളെല്ലാം തേക്കൻ തടിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. പുകയില്ലാത്ത അടുപ്പ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ് ഇവിടെയാണ് കൊടുത്തിരിക്കുക. പുറത്തേക്ക് ഇറങ്ങുവാനായിട്ടുള്ള ഡോറാണ് ഇവിടെ.
നമ്മൾ പുറം സൈഡിൽ കൂടെ നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്ത് പോയത് കൊണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നില്ല. മനോഹരമായൊരു കിച്ചൻ്റെ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് ഇതാണ് ഫ്രിഡ്ജ് വെക്കുവാനായിട്ടുള്ള പോയിൻ്റ് ഇവിടെയാണ്. അത് മനോഹരമായ ദൃശ്യങ്ങൾ കണ്ടുകൊണ്ട് നമ്മൾ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. മീനച്ചിൽ ഹോംസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. പുതുപുത്തൻ വീഡിയോസുമായി മീനച്ചിൽ ഹോംസ് എന്നും നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതാണ്. ഇപ്പോൾ പലരും വഴിയിലൊക്കെ വെച്ച് കാണുമ്പോൾ പറയാറുണ്ട്, എന്താ ഇപ്പോൾ വീഡിയോ ഇടുന്നില്ലേ, ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഇല്ലല്ലോ എന്ന് പറയാറുണ്ട്. എനിക്ക് തോന്നുന്നത് സബ്സ്ക്രൈബ് മാത്രമേ ചെയ്തിട്ടുള്ളൂ, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടില്ല എന്നെനിക്ക് തോന്നുന്നു. ബെൽ ബട്ടണും കൂടി പ്രസ് ചെയ്തിട്ടാൽ മാത്രമേ നിങ്ങൾക്ക് മീനച്ചിൽ ഹോംസിൻ്റെ വീഡിയോ നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇപ്പോൾ ഒട്ടനവധി ആൾക്കാർ പറയാറുണ്ട്, നമ്മൾ ഡെയിലി ഒരു വീഡിയോ എന്നുള്ള രീതിയിൽ ചില ദിവസങ്ങളിൽ എന്തെങ്കിലും തിരക്കുകളുണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോ ഷൂട്ട് ചെയ്യാനും എടുക്കാനൊക്കെ പറ്റാതെ പോകുന്നത്. അപ്പോൾ ഡെയിലി ഒരു വീഡിയോ എന്ന നിലവാരത്തിൽ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യാറുണ്ട്. ഏകദേശം 3-4 വർഷത്തോളമായിട്ട് അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്നതാണ്. അപ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിടുക. അപ്പോൾ പുതുപുത്തൻ വീഡിയോസുമായി നാളെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.